Hello, children, welcome to teachenglish.com. 8ാം ക്ലാസ് ഇംഗ്ലീഷിലെ 2ാം യൂണിറ്റിലെ ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന ഭാഗത്തുനിന്നുള്ള ചോദ്യോത്തരങ്ങളും വിവിധങ്ങളായ ആക്ടിവിറ്റികളുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി നൽകുന്നത്. നിങ്ങൾ കേൾക്കുന്ന ശബ്ദം AI വോയിസ് ആണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുകയും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലില് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്തു കിട്ടാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലില് ജോയിൻ ചെയ്യുക. While we read, Question 1. I come from a country which was created at midnight. പാതിരാത്രിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യത്തുനിന്നാണ് ഞാൻ വരുന്നത്. What does Malala mean by this statement? ഈ പ്രസ്താവനയിലൂടെ മലാല എന്താണർത്ഥമാക്കുന്നത്? Answer. Malala means her country, Pakistan, was created at midnight on August 14, 1947, when it got freedom from Britain. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമായ 1947 ഓഗസ്റ്റ് 14 പാതിരാത്രിയിലാണ് തന്റെ രാജ്യമായ പാകിസ്ഥാന് സ്ഥാപിതമായതെന്നാണ് മലാല അർത്ഥമാക്കുന്നത്. 2. How does Malala compare her homeland to her new city? ബർമിംഗ്ഹാം. മലാല തന്റെ മാതൃരാജ്യത്തെ അവളുടെ പുതിയ നഗരമായ ബർമിംഗ്ഹാമുമായി എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? Answer. She compares Birmingham's tall buildings, neat roads, and tidy pavements with her valley's snow-topped mountains, green fields, and blue rivers. ബർമിംഗ്ഹാമിലെ ഉയരം കൂടിയ കെട്ടിടങ്ങളെയും വൃത്തിയുള്ള റോഡുകളെയും വെടിപ്പുള്ള നടപ്പാതകളെയും അവൾ തന്റെ നാട്ടിലെ താഴ്വരയിലുള്ള മഞ്ഞുമൂടിയ മലകളോടും പച്ചപ്പുള്ള വയലുകളോടും നീല നദികളോടും താരതമ്യം ചെയ്യുന്നു. 3. Do you think the doorway to your school is also a magical entrance to a special world? Why? നിങ്ങളുടെ സ്കൂളിലേക്കുള്ള വാതിൽ ഒരു സവിശേഷമായ ഒരു ലോകത്തിലേക്കുള്ള മാന്ത്രിക കവാടമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട്? Answer. Yes, because school is a place of learning, friends, and joy, like a special world. അതെ, കാരണം വിദ്യാലയം ഒരു സവിശേഷ ലോകത്തെപ്പോലെ പഠനത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും ഇടമാണ്. 4. Who is the founder of Kushal School? കുശാൽ സ്കൂളിന്റെ സ്ഥാപകനാരാണ്? Answer. The founder of Kushal School is Malala's father, Ziauddin Yousafzai. കുശാൽ സ്കൂളിന്റെ സ്ഥാപകൻ മലാലയുടെ പിതാവായ സിയാവുദ്ദീൻ യൂസഫ്സൈ ആണ്. 5. Why did Malala choose to take the bus instead of walking to school? സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനു പകരം ബസ്സിൽ പോകാൻ മലാല തീരുമാനിച്ചതെന്തുകൊണ്ടാണ്? Answer. She took the bus because her mother was scared of her walking alone due to threats. ഭീഷണികൾ കാരണം ഒറ്റയ്ക്ക് നടന്നുപോകുന്നതിനെക്കുറിച്ച് അവളുടെയുമ്മ ഭയപ്പെട്ടതുകൊണ്ടാണ് അവൾ ബസ്സിൽ പോകാൻ തീരുമാനിച്ചത്. 6. Why did Malala think her father was under threat? തന്റേച്ചൻ ഭീഷണിയിലാണെന്ന് മലാല ചിന്തിച്ചതെന്തുകൊണ്ടാണ്? Answer. She thought her father was under threat because he always spoke out against the Taliban, and his friend had been shot dead. തന്റേച്ചൻ എപ്പോഴും താലിബാനെതിരെ സംസാരിച്ചിരുന്നതുകൊണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്ത് വെടിയേറ്റ് മരിച്ചതുകൊണ്ടും അദ്ദേഹം ഭീഷണിയിലാണെന്ന് അവൾ കരുതി. 7. What were Malala's thoughts on a possible encounter with an armed attacker on her way back home? വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഒരു സായുധനായ ആക്രമിയുമായി ഉണ്ടാകാനിടയുള്ള ഏറ്റുമുട്ടലിനെക്കുറിച്ച് മലാലയുടെ ചിന്തകളെന്തായിരുന്നു? What do these thoughts reveal about her character? ഈ ചിന്തകൾ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് വെളിപ്പെടുത്തുന്നത്? Answer. She thought she might hit the attacker with her shoes. Then she decided it was better to plead and say, "What you are doing is wrong." This shows she was brave and believed in peace. ആക്രമിയെ തന്റെ ചെരിപ്പുകൊണ്ട് അടിക്കാമെന്ന് അവളാദ്യം ചിന്തിച്ചു. പിന്നീട് യാചിക്കുന്ന വിധം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നതാണ് നല്ലതെന്ന് അവൾ തീരുമാനിച്ചു. ഇത് അവൾ ധീരയും സമാധാനത്തിൽ വിശ്വസിക്കുന്നവളുമായിരുന്നുവെന്ന് കാണിക്കുന്നു. 8. What were Malala's dreams and how did they differ from Moniba's aspirations? മലാലയുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു? അവ മൊനിബയുടെ സ്വപ്നങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരുന്നു? Answer. Malala dreamed of being an inventor or politician, while Moniba's real dream was to be a fashion designer, though she told others she wanted to be a doctor. മലാല ഒരു കണ്ടുപിടുത്തക്കാരിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകയോ ആകാൻ സ്വപ്നം കണ്ടപ്പോൾ മൊനിബയുടെ യഥാർത്ഥ സ്വപ്നം ഒരു ഫാഷൻ ഡിസൈനറാകാനായിരുന്നു. എങ്കിലും താനൊരു ഡോക്ടറാകാനാണ് ആഗ്രഹിക്കുന്നുവെന്ന് അവൾ മറ്റുള്ളവരോട് പറഞ്ഞു. 9.
Why did Moniba think that the young bearded man was a journalist who had come for an interview? താടിയുള്ള ചെറുപ്പക്കാരൻ അഭിമുഖത്തിനായെത്തിയ ഒരു പത്രപ്രവർത്തകനാണെന്ന് മോനിബ ചിന്തിച്ചതെന്തുകൊണ്ടാണ്? ആൻസർ: Moniba thought so because journalists often came to interview Malala and her father about girls' education. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മലാലയെയും അവളുടെ അച്ഛനെയും അഭിമുഖം നടത്താൻ പത്രപ്രവർത്തകർ പലപ്പോഴും വന്നിരുന്നതുകൊണ്ടാണ് മോനിബ അങ്ങനെ ചിന്തിച്ചത്. Let's rewind. 1. Why was Malala attacked? മലാല ആക്രമിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ആൻസർ: Malala was attacked because she spoke for girls' education. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുവേണ്ടി സംസാരിച്ചതുകൊണ്ടാണ് മലാല ആക്രമിക്കപ്പെട്ടത്. The Taliban did not want girls to go to school. പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നതിനെതിരായിരുന്നു താലിബാന്. 2. Malala and her friend Moniba have clear aspirations for their future. മലാലയ്ക്കും അവളുടെ സുഹൃത്ത് മൊനിബയ്ക്കും അവരുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. What are your goals or ambitions and what steps will you take to achieve them? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അവ നേടാൻ നിങ്ങൾ എന്ത് നടപടികൾ സ്വീകരിക്കും? ആൻസർ: My goal is to become a doctor or teacher or engineer. എന്റെ ലക്ഷ്യം ഒരു ഡോക്ടറാവാനാണ്. ഇവിടെ നിങ്ങളെന്താകാനാണ് ആഗ്രഹിക്കുന്നുവെന്നെഴുതുക. I will study hard and stay focused. I will use every chance to learn new skills. ഞാൻ കഠിനാധ്വാനം ചെയ്യുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. പുതിയ കഴിവുകൾ പഠിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഞാൻ ഉപയോഗിക്കും. 3. Education is neither Eastern nor Western, it is human. വിദ്യാഭ്യാസം കിഴക്കിന്റേതോ പടിഞ്ഞാറിന്റേതോ അല്ല, അത് മനുഷ്യന്റേതാണ്. Malala Yousafzai highlights that education transcends cultures and belongs to everyone. വിദ്യാഭ്യാസം സംസ്കാരങ്ങൾക്കപ്പുറമുള്ളതും എല്ലാവർക്കും അവകാശപ്പെട്ടതുമാണെന്ന് മലാല യൂസഫ്സായി പറയുന്നു. Why is education a universal right and how can it create a better world? വിദ്യാഭ്യാസം ഒരു സാർവത്രിക അവകാശമാകുന്നത് എന്തുകൊണ്ടാണ്? അത് എങ്ങനെ ഒരു മെച്ചപ്പെട്ട ലോകം സൃഷ്ടിക്കും? ആൻസർ: Education is a right for every child. വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. It helps people learn, grow, and live with respect. ഇത് ആളുകളെ പഠിക്കാനും വളരാനും ബഹുമാനത്തോടെ ജീവിക്കാനും സഹായിക്കുന്നു. It creates peace and reduces poverty. വിദ്യാഭ്യാസം സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുകയും ദാരിദ്ര്യം കുറയ്ക്കുകയും ചെയ്യുന്നു. 4. Malala strongly advocates for girls' right to education despite all the challenges. എല്ലാ വെല്ലുവിളികൾക്കിടയിലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി മലാല ശക്തമായി വാദിക്കുന്നു. Why do you think education is important for girls and how can society ensure equal opportunities? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പ്രധാനമാണെന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? തുല്യ അവസരങ്ങൾ സമൂഹം എങ്ങനെ ഉറപ്പാക്കും? ആൻസർ: Education makes girls confident and independent. വിദ്യാഭ്യാസം പെൺകുട്ടികളെ ആത്മവിശ്വാസമുള്ളവരും സ്വതന്ത്രരുമാക്കുന്നു. It helps them build a better future. അതവരെ മികച്ചൊരു ഭാവി കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു. Society should support schools and treat girls equally. സമൂഹം വിദ്യാലയങ്ങളെ പിന്തുണയ്ക്കുകയും പെൺകുട്ടികളെ തുല്യരായി പരിഗണിക്കുകയും വേണം. 5. Malala's father promoted her education and even her activism despite the pressures of society. സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും മലാലയുടെ പിതാവ് അവളുടെ വിദ്യാഭ്യാസത്തെയും അവളുടെ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിച്ചു. How does family support empower girls' education and how can parents foster the ambitions of their children? എങ്ങനെയാണ് കുടുംബത്തിന്റെ പിന്തുണ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ശക്തി പകരുന്നത്? മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ അഭിലാഷങ്ങളെ എങ്ങനെ വളർത്താനാകും? ആൻസർ: Family support gives courage to girls. കുടുംബത്തിന്റെ പിന്തുണ പെൺകുട്ടികൾക്ക് ധൈര്യം നൽകുന്നു. Parents should encourage and guide their children. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും വഴികാട്ടുകയും വേണം. They should respect their dreams. അവരുടെ സ്വപ്നങ്ങളെ മാതാപിതാക്കൾ ബഹുമാനിക്കണം. Let's explore. Activity 1. A. Read the news headline given below and answer the questions. Malala Yousafzai shot, nation praise for her. 1. What information does the headline convey? ഈ ഹെഡ്ലൈൻ എന്ത് വിവരമാണ് നൽകുന്നത്? It conveys that Malala Yousafzai was shot and people are praying for her. മലാല യൂസഫ്സായിക്ക് വെടിയേറ്റെന്നും ആളുകൾ അവൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നു. 2. Does the headline grab the reader's attention? How?
ഈ ഹെഡ്ലൈൻ വായനക്കാരന്റെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടോ? എങ്ങനെ? യെസ്. It grabs attention by using Malala's name and the shocking news of her being shot. അതെ. മലാലയുടെ പേരും അവൾക്ക് വെടിയേറ്റുവെന്ന ഞെട്ടിക്കുന്ന വിവരവും ഉപയോഗിച്ച് ഇത് വായനക്കാരുടെ ശ്രദ്ധയാകർഷിക്കുന്നു. 3. Is the headline brief and to the point? ഈ തലക്കെട്ട് ഹ്രസ്വവും കൃത്യവുമാണോ? Yes. It is short, clear and direct. അതെ. ഇത് ചെറുതും വ്യക്തവും നേരെ കാര്യം പറയുന്നതുമാണ്. Let's now identify a few features of news headlines. ഇനി നമുക്ക് വാർത്താ തലക്കെട്ടുകളുടെ ചില സവിശേഷതകൾ തിരിച്ചറിയാം. A good news headline should be ഒരു നല്ല വാർത്താ തലക്കെട്ടിന് താഴെപ്പറയുന്ന സവിശേഷതകൾ ഉണ്ടാവണം. Clear and concise വ്യക്തവും സംക്ഷിപ്തവുമാവണം. Catchy and crisp ആകർഷകവും ഹ്രസ്വവുമാകണം. Relevant and timely പ്രസക്തവും സമയബന്ധിതവുമാവണം. Engaging and accurate താൽപര്യമുണർത്തുന്നതും കൃത്യതയുള്ളതുമാവണം. Simple and direct ലളിതവും നേരിട്ടുള്ളതുമാകണം. Informative വിവരങ്ങൾ നൽകുന്നതാവണം. C. The following news headlines relate to Malala's Nobel Peace Prize. Analyze the headlines and place a tick mark against the one you like the most. മലാലയുടെ നൊബേൽ സമാധാന സമ്മാനവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിട്ടുള്ള വാർത്താ തലക്കെട്ടുകൾ വിശകലനം ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നിന് നേരെ ശരിയടയാളം നൽകുക. Give reasons for your choice. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനുള്ള കാരണങ്ങൾ പറയുക. 3 വാർത്താ തലക്കെട്ടുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. Activist Malala Yousafzai is honored with the Nobel Peace Prize for speaking for girls' education. Malala Yousafzai's fight for education wins Nobel Peace Prize. Malala Yousafzai gets the Nobel Peace Prize for her work to help girls go to school. ഇതില് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒന്നിനു നേരെ ശരിയിടുക. ഉദാഹരണത്തിന് ഞാനിവിടെ തിരഞ്ഞെടുക്കുന്നത് Malala Yousafzai's fight for education wins Nobel Peace Prize എന്ന ഹെഡിംഗ് ആണ്. അതിനുള്ള കാരണം പറയാം. It is clear and concise. ഇത് വ്യക്തവും സംക്ഷിപ്തവുമാണ്. It is powerful and catchy. ഇത് ശക്തവും ആകർഷകവുമാണ്. It highlights both her struggle and her achievement in few words. ഇത് അവളുടെ പോരാട്ടത്തെയും നേട്ടത്തെയും ഏതാനും വാക്കുകളിൽ എടുത്തുകാണിക്കുന്നു. D. Match the news headlines with the leads. The first paragraph of a news item, appropriately, അടുത്തതായി, താഴെ നൽകിയ വാർത്താ തലക്കെട്ടുകൾക്ക് അനുയോജ്യമായ ലീഡുകളുമായി ചേർത്തുവെക്കുക. ഒരു വാർത്തയുടെ ആദ്യ ഖണ്ഡികയാണ് ലീഡ് എന്നു പറയുന്നത്. ഉത്തരം ഇവിടെ ആരോ മാർക്ക് നൽകി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. A. Read the following leads and write a catchy headline for each one. താഴെ നൽകിയ ലീഡുകൾ വായിച്ച് അവക്ക് അനുയോജ്യമായ ഹെഡ്ലൈൻ എഴുതുക. ഹെഡ്ലൈൻ ക്രമത്തിൽ വായിക്കാം. 1. Fort High School opens new multi-storied building. ഫോർട്ട് ഹൈസ്കൂളിൽ പുതിയ ബഹുനില കെട്ടിടം തുറന്നു. 2. Girls High School shines at Annual Arts Festival. വാർഷിക കലാമേളയിൽ ഗേൾസ് ഹൈസ്കൂൾ തിളങ്ങി. 3. English Fest brings words to life at Government High School. ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് വാക്കുകൾക്ക് ജീവൻ നൽകുന്നു. Activity 2. A. Imagine you are hosting a live talk show and you get the opportunity to interview Malala Yousafzai. നിങ്ങളൊരു ലൈവ് ടോക്ക് ഷോയുടെ അവതാരകയാണെന്നും മലാല യൂസഫ്സായിയെ അഭിമുഖം ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നുവെന്നും സങ്കൽപ്പിക്കുക. Prepare a set of questions for the interview. You may ask questions regarding these topics. അഭിമുഖത്തിനായി ഏതാനും ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. Can you tell us about your early childhood? താങ്കളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞങ്ങളോട് പറയാമോ? What inspired you to fight for education? വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടാൻ താങ്കൾക്ക് പ്രചോദനമായതെന്താണ്? How did you feel when you received the Nobel Peace Prize? നൊബേൽ സമാധാന സമ്മാനം ലഭിച്ചപ്പോൾ താങ്കൾക്കെന്തു തോന്നി? What was the turning point in your life that gave you strength to continue? താങ്കളുടെ ജീവിതം തുടർന്നുപോകാനുള്ള ശക്തി നൽകിയ വഴിത്തിരിവെന്തായിരുന്നു? Who has been your biggest support and motivation in this journey? ഈ യാത്രയിൽ താങ്കളുടെ ഏറ്റവും വലിയ പിന്തുണയും പ്രചോദനവും ആരായിരുന്നു? What are your future goals and dreams? താങ്കളുടെ ഭാവി ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എന്തെല്ലാമായാണ്? Why do you think education is especially important for girls? വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും പ്രധാനമാണെന്ന് താങ്കൾ കരുതുന്നതെന്തുകൊണ്ടാണ്? What message would you like to give to the younger generation? യുവതലമുറയ്ക്ക് താങ്കൾ എന്ത് സന്ദേശമാണ് നൽകാനാഗ്രഹിക്കുന്നത്?
How can ordinary people contribute to the cause of equal education? തുല്യ വിദ്യാഭ്യാസമെന്ന ലക്ഷ്യത്തിനു വേണ്ടി സാധാരണക്കാർക്ക് എന്തു ചെയ്യാൻ കഴിയും? ബി. Now, using the questions you have prepared, conduct an interview with Malala. ഇനി നിങ്ങൾ തയ്യാറാക്കിയ ചോദ്യങ്ങളുപയോഗിച്ച് മലാലയുമായി ഒരു ഇന്റർവ്യൂ നടത്തുക. Today, we have the honor of speaking with Malala Yousafzai, a beacon of hope and resilience in the struggle for girls' education. ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള പോരാട്ടത്തിൽ പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും പ്രതീകമായ മലാല യൂസഫ്സായിയുമായി സംസാരിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. Let's explore her inspiring journey and her vision for a world where every girl can pursue her dreams. അവളുടെ പ്രചോദനാത്മകമായ യാത്രയും എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ കഴിയുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാടും എങ്ങനെയായിരുന്നെന്ന് നമുക്ക് പരിശോധിക്കാം. ഹോസ്റ്റ്, വെൽക്കം, മലാല. Can you tell us about your childhood? സ്വാഗതം, മലാല. നിങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയാമോ? മലാല, I was born in Mingra, പാകിസ്ഥാൻ. ഞാൻ പാകിസ്ഥാനിലെ മിങ്കോറയിലാണ് ജനിച്ചത്. I loved going to school. എനിക്ക് സ്കൂളിൽ പോകുന്നത് വളരെ ഇഷ്ടമായിരുന്നു. ഹോസ്റ്റ്, what made you fight for girls' education? എന്തുകൊണ്ടാണ് നിങ്ങൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പോരാടിയത്? മലാല, many girls could not go to school. പല പെൺകുട്ടികൾക്കും സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. I wanted to change that. എനിക്കത് മാറ്റണമെന്ന് തോന്നി. ഹോസ്റ്റ്, how did you feel when you won the Nobel Peace Prize? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചപ്പോൾ നിങ്ങൾക്കെന്ത് തോന്നി? മലാല, I was very happy. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. It showed the world cares about education. വിദ്യാഭ്യാസം ലോകത്തിന് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അത് കാണിച്ചുതന്നു. ഹോസ്റ്റ്, what gave you strength after the attack? ആക്രമണത്തിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ശക്തി ലഭിച്ചത്? മലാല, I decided to keep speaking for girls. പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് തുടരാൻ ഞാൻ തീരുമാനിച്ചു. It made me stronger. അതെന്നെ കൂടുതൽ ശക്തയാക്കി. ഹോസ്റ്റ്, what is your message for young people? യുവജനങ്ങളോട് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? മലാല, never be afraid to speak up. സംസാരിക്കാൻ ഒരിക്കലും ഭയപ്പെടരുത്. Education can change your life. വിദ്യാഭ്യാസം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. Let's play with words. Activity 1. A. The narrator of A Prescription for Life visits the doctor to discuss the various diseases he believed he had. A Prescription for Life എന്ന കഥയിലെ നരേറ്റര് തനിക്കുള്ളതായി അയാൾ വിശ്വസിച്ചിരുന്ന വിവിധ രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഡോക്ടറെ സമീപിക്കുന്നു. If you have an eye-related illness, which specialist would you consult? നിങ്ങൾക്ക് നേത്രസംബന്ധമായ അസുഖമുണ്ടെങ്കിൽ ഏത് സ്പെഷ്യലിസ്റ്റിനെയാണ് നിങ്ങൾ സമീപിക്കുക? Answer: Ophthalmologist. B. Study the table below and match the titles of specialist doctors with their areas of specialization. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ പേരുകൾ അവരുടെ സ്പെഷ്യലൈസേഷൻ മേഖലകളുമായി യോജിപ്പിക്കുക. അവ ക്രമത്തിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. Orthopedist, bones, joints and muscles. Gynecologist, female reproductive system. Pediatrician, health care for children. Ophthalmologist, eye diseases and disorders. Cardiologist, heart and cardiovascular system. Dermatologist, skin, hair and nails. Neurologist, nervous system, brain, spinal cord and nerves. C. Read the sentences below and fill in the blanks with the appropriate terms. താഴെ നൽകിയിട്ടുള്ള വാക്യങ്ങൾ വായിച്ച് അനുയോജ്യമായ പദങ്ങൾ ഉപയോഗിച്ച് വിട്ട ഭാഗം പൂരിപ്പിക്കുക. Consult an orthopedist if you have joint pain or a fracture. നിങ്ങൾക്ക് സന്ധിവേദനയോ ഒടിവോ ഉണ്ടെങ്കിൽ ഒരു ഓർത്തോപീഡിസ്റ്റിനെ സമീപിക്കുക. Visit a gynecologist for regular checkups, hormonal issues or female health problems. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പതിവ് പരിശോധനകൾക്കും ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക. Go to an ophthalmologist if you have problems with your eyesight. നിങ്ങളുടെ കാഴ്ചശക്തിക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകുക. Call on a cardiologist if you have severe chest pain. നിങ്ങൾക്ക് നെഞ്ചുവേദന കൂടുതലാണെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ സന്ദർശിക്കുക. If you have a skin rash or unusual hair loss, you should consult a dermatologist. നിങ്ങൾക്ക് ത്വക്ക് രോഗങ്ങളോ അസാധാരണമായ മുടികൊഴിച്ചിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ സമീപിക്കണം.
For issues relating to children's health, visit a pediatrician. കുട്ടികളുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പീഡിയാട്രീഷ്യനെ സമീപിക്കുക. If your doctor thinks you have issues related to your nervous system, she will refer you to a neurologist. നിങ്ങൾക്ക് നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർക്ക് തോന്നിയാൽ, അവർ നിങ്ങളെ ഒരു ന്യൂറോളജിസ്റ്റിന്റെ അടുത്തേക്ക് അയയ്ക്കും. Activity 2. This is a story of a kind-hearted person who inspired the people of his village through his heroic actions. Replace the highlighted words, choosing the most appropriate ones from the box below. ധീരപ്രവർത്തനങ്ങളിലൂടെ തന്റെ ഗ്രാമത്തിലെ ആളുകളെ പ്രചോദിപ്പിച്ച ഒരു നല്ല മനസ്സിനുടമയുടെ കഥയാണിത്. താഴെ കൊടുത്ത ബോക്സിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ വാക്കുകൾ തിരഞ്ഞെടുത്ത് ഹൈലൈറ്റ് ചെയ്ത വാക്കുകൾ മാറ്റിയെഴുതുക. Once, in a small village, there was a decrepit old man who lived in harmony with nature. ഒരിക്കൽ, ഒരു ചെറിയ ഗ്രാമത്തിൽ, പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചിരുന്ന ദുർബലനായ ഒരു വൃദ്ധനുണ്ടായിരുന്നു. His simple way of life was often considered strange by the villagers and he was frequently mocked by them. അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതരീതി ഗ്രാമവാസികൾക്ക് പലപ്പോഴും വിചിത്രമായി തോന്നിയിരുന്നു. അവരദ്ദേഹത്തെ പലപ്പോഴും പരിഹസിച്ചു. One day, a strong gale swept through the village, tearing off the roofs of houses and uprooting trees. ഒരു ദിവസം, ഗ്രാമത്തിലെ ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞുവീശി, വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോവുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. When most people remained indolent, unwilling to take any action, the old man stepped forward to help those in need. മിക്ക ആളുകളും മടിയന്മാരായി, ഒരു നടപടിയും എടുക്കാൻ തയ്യാറാകാതെ നിന്നപ്പോൾ, വൃദ്ധൻ ആവശ്യമുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. Amid the commotion, he rushed to help a family trapped inside their collapsing home. ഈ ബഹളങ്ങൾക്കിടയിൽ, ഇടിഞ്ഞുവീഴുന്ന വീട്ടിൽ കുടുങ്ങിയ ഒരു കുടുംബത്തെ സഹായിക്കാൻ അദ്ദേഹം പാഞ്ഞെത്തി. When the storm ended, the grateful family offered to repay the old man, but he refused their offer, saying, "Compassion seeks no reward." കൊടുങ്കാറ്റ് അവസാനിച്ചപ്പോൾ, നന്ദിയുള്ള ആ കുടുംബം വൃദ്ധന് പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ആ വാഗ്ദാനം നിരസിച്ചുകൊണ്ട് പറഞ്ഞു, കാരുണ്യ പ്രവർത്തനത്തിന് പ്രതിഫലം ആവശ്യമില്ല. Inspired by his courage and selflessness, the villagers united to rebuild their homes. അദ്ദേഹത്തിന്റെ ധീരതയിലും നിസ്വാർത്ഥതയിലും പ്രചോദിതരായ ഗ്രാമവാസികൾ തങ്ങളുടെ വീടുകൾ പുനർനിർമ്മിക്കാൻ ഒന്നിച്ചു. Even in the darkest moments, kindness and empathy can lead us forward. കഷ്ടപ്പാടിന്റെ നിമിഷങ്ങളിൽ പോലും, ദയയും സഹാനുഭൂതിയും നമ്മെ മുന്നോട്ട് നയിക്കും. Let's analyze. Activity 1. A. Read the following sentence from I Am Malala and note the highlighted words. I Am Malala എന്ന പുസ്തകത്തിൽ നിന്നുള്ള താഴെ നൽകിയ വാക്യം വായിക്കുക. ഹൈലൈറ്റ് ചെയ്ത വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. My mind transports me back to my school and there I am reunited with my friends and teachers. എന്റെ മനസ്സ് എന്നെ എന്റെ സ്കൂളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. അവിടെ ഞാൻ എന്റെ സുഹൃത്തുക്കളോടും അധ്യാപകരോടും വീണ്ടും ഒന്നിക്കുന്നു. Which word in the sentence above indicates direction? മേൽപ്പറഞ്ഞ വാക്യത്തിൽ ദിശ സൂചിപ്പിക്കുന്ന വാക്ക് ഏതാണ്? Answer. Back. Can you pick out the word which denotes association or companionship? ബന്ധം അല്ലെങ്കിൽ കൂട്ടുകെട്ട് സൂചിപ്പിക്കുന്ന വാക്കേതെന്ന് കണ്ടെത്താമോ? Answer. The word with. Words that are used before a noun or a pronoun connecting it to another word are prepositions. ഒരു നൗണിനെയോ പ്രൊനൗണിനെയോ മറ്റൊരു വാക്കുമായി ബന്ധിപ്പിക്കാനു വേണ്ടി അവയുടെ മുമ്പേ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷനുകൾ. B. Note the position of the cat in each picture and fill in the blanks choosing the appropriate prepositions from the box below. One has been done for you. താഴെ നൽകിയ ഓരോ ചിത്രത്തിലും പൂച്ചയുടെ സ്ഥാനം എവിടെയെന്ന് നോക്കി മനസ്സിലാക്കി. ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായ പ്രിപ്പോസിഷനുകൾ തെരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. ഒരുദാഹരണം ഇവിടെയുണ്ട്. ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് ഓരോ ചിത്രത്തിനും താഴെ എഴുതിയത് നോക്കുക. C. Now, shall we pick out the prepositions in the profile below? താഴെ തന്നിരിക്കുന്ന ടാഗോറിന്റെ പ്രൊഫൈലില് ഉപയോഗിച്ചിരിക്കുന്ന പ്രിപ്പോസിഷൻസ് എടുത്തെഴുതാം. ആകെ 9 തവണ പ്രിപ്പോസിഷനുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അവയിൽ ആവർത്തനങ്ങളുണ്ട്. On, in, for, at എന്നിവയാണവ. D. 3 jars containing prepositions printed on paper strips are pictured below. Fill in the blank strips, choosing appropriate phrases from the box. താഴെ, കടലാസ തുണ്ടുകളിൽ പ്രിന്റ് ചെയ്ത പ്രിപ്പോസിഷനുകൾ അടങ്ങിയ 3 ഭരണികളുടെ ചിത്രം കാണാം.
ബോക്സിൽ നിന്ന് അനുയോജ്യമായ ഫ്രേസുകൾ തിരഞ്ഞെടുത്ത് ഒന്നുമെഴുതാത്ത തുണ്ടുകൾ പൂരിപ്പിക്കുക. ആദ്യം പ്രപ്പോസിഷൻസ് ഓഫ് ടൈം കണ്ടെത്താം. അവ ഇനി പറയുന്നവയാണ്. ബിഫോർ ദ മീറ്റിംഗ്, ബൈ 5 hours ആൻഡ് അറ്റ് 6 PM. അടുത്തതായി പ്രപ്പോസിഷൻസ് ഓഫ് പ്ലേസ് തിരഞ്ഞെടുക്കാം. ബിഹൈൻഡ് ദ ഡോർ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ബിൽഡിംഗ്, ബിറ്റ്വീൻ ദ ട്രീസ് തുടങ്ങിയവയാണ് പ്രപ്പോസിഷൻസ് ഓഫ് പ്ലേസ്. ഏറ്റവും ഒടുവിയായി പ്രപ്പോസിഷൻസ് ഓഫ് ഡയറക്ഷൻ ആണ്. അവശേഷിച്ച ഫ്രേസുകളായ ടു ദ സ്കൂൾ, ഫ്രോം ദ ലൈബ്രറി, അക്രോസ് ദ സ്ട്രീറ്റ് എന്നിവ പ്രപ്പോസിഷൻസ് ഓഫ് ഡയറക്ഷൻ ആണ്. Read the passage below and fill in the blanks using appropriate prepositions choosing from those in the box below. ഇവിടെ നൽകിയ പാസേജ് വായിച്ച് താഴെയുള്ള ബോക്സിൽ നിന്നും യോജിച്ച പ്രിപ്പൊസിഷനുകൾ തിരഞ്ഞെടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. പൂരിപ്പിച്ച ഭാഗം റെഡ് കളറിൽ നൽകിയിട്ടുണ്ട്. ആക്ടിവിറ്റി 2. Read the following sentences and note the highlighted words. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങൾ വായിച്ച് ഹൈലൈറ്റ് ചെയ്ത വാക്കുകൾ ശ്രദ്ധിക്കുക. Jerome went to the doctor's clinic. B. The doctor examined him. C. The doctor gave him a medical prescription. What is the function of the highlighted words in these sentences? ഈ വാക്യങ്ങളിലെ ഹൈലൈറ്റ് ചെയ്ത വാക്കുകളുടെ ഫംഗ്ഷൻ എന്താണ്? The highlighted words are went, examined and gave. ഹൈലൈറ്റ് ചെയ്ത വാക്കുകൾ went, examined, gave എന്നിവയാണ്. They function as action verbs that show what the subject is doing. അവയെല്ലാം സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കാണിക്കുന്ന ക്രിയാപദങ്ങളായി പ്രവർത്തിക്കുന്നു. What do these words denote? ഈ വാക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? They denote physical actions performed by the subject. അവയെല്ലാം വാചകത്തിലെ സബ്ജക്റ്റ് ചെയ്യുന്ന ശാരീരിക പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു. B. Now, look at the following sentences. ഇനി താഴെ തന്നിരിക്കുന്നവ നോക്കുക. 1. The doctor was his old friend. 2. He had all the diseases mentioned in the medical journal. Do the verbs was and had denote actions here? ഈ വാക്യങ്ങളിലെ was, had എന്നിവ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നുണ്ടോ? No, was and had do not show actions. Was shows a state of being and had shows possession. ഇല്ല. അവ പ്രവൃത്തികളെയല്ല, മറിച്ച് was ഒരു അവസ്ഥയെയും had ഉടമസ്ഥാവകാശത്തെയും സൂചിപ്പിക്കുന്നു. C. Read the given passage, identify the verbs and place them in appropriate columns in the table below. നൽകിയിട്ടുള്ള ഭാഗം വായിക്കുക. അതിലെ ക്രിയകൾ തിരിച്ചറിഞ്ഞ് ശേഷം താഴെ കൊടുത്തിട്ടുള്ള പട്ടികയിലെ അനുയോജ്യമായ കോളങ്ങളിൽ അവയെ എടുത്തെഴുതുക. താഴെയുള്ള ടേബിൾ നോക്കുക. D. Read the following sentences and note the highlighted words. ഇവിടെ തന്നിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുക. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക. They have completed their homework. I am reading an interesting book now. An expert team will visit our school next week. What purpose do the words have, am, will serve in these sentences? ഈ വാചകങ്ങളില് have, am, will എന്നീ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതിനാണ്? Answer. They are auxiliary verbs. They help the main verbs and show the tense of the action. ഇവ സഹായക ക്രിയകളാണ്. വാക്യങ്ങളിലെ പ്രധാന ക്രിയകളെ സഹായിക്കുകയാണ് അവയുടെ ഫംഗ്ഷന്. അതോടൊപ്പം വാക്യത്തിന്റെ ടെൻസ് ഏതെന്ന് തിരിച്ചറിയാന് സഹായിക്കുകയും ചെയ്യുന്നു. Don't they support the main verb? Answer. Yes, they do support the main verb. ഈ വാക്കുകള് മെയിന് വെർബിനെ സപ്പോർട്ട് ചെയ്യുന്നു. These words are auxiliary verbs or helping verbs. അതുകൊണ്ടവയെ ഓക്സിലറി വെർബ്സ് അല്ലെങ്കില് സഹായക ക്രിയകള് എന്ന് വിളിക്കുന്നു. The passage given below has some errors in it. Let's edit them. താഴെത്തന്നിരിക്കുന്ന ഭാഗം വായിച്ച് അതിലെ തെറ്റുകള് കണ്ടെത്തി തിരുത്തുക. ശരിയുത്തരങ്ങള് ചുവപ്പ് കളറിലെഴുതിയത് കാണാം. Natasha is a successful architect. She works at a leading company. She has worked at the same company for the past 5 years. Over the years, she has led several projects. Next week, she will present a new project proposal. Natasha has full confidence in her proposal. Activity 3. Here is a list of phrasal verbs from A Prescription for Life. Match them with their meanings. A Prescription for Life എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ഫ്രേസൽ വെർബ്സിന്റെ പട്ടിക താഴെ നൽകിയിരിക്കുന്നു. അവയെ അവയുടെ അർത്ഥങ്ങളുമായി യോജിപ്പിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് മാച്ച് ചെയ്ത അർത്ഥങ്ങളാണ്. Be now,
Replace the highlighted words or phrases in the following paragraph using the appropriate form of phrasal verbs given in the box. താഴെ നൽകിയിട്ടുള്ള പാരഗ്രാഫിലെ ഹൈലൈറ്റ് ചെയ്ത വാക്കുകളും ശൈലികളും ബോക്സിൽ നൽകിയിട്ടുള്ള അനുയോജ്യമായ ഫ്രേസൽ വെർബ്സ് ഉപയോഗിച്ച് മാറ്റിയെഴുതുക. ശരിയുത്തരം ഇവിടെ നൽകിയിരിക്കുന്നു. ആക്ടിവിറ്റി 4. Read the following passage. Identify the subjects and verbs of the sentences and list them in the space provided. താഴെ നൽകിയിട്ടുള്ള ഭാഗം വായിച്ച് അതിലെ വാക്യങ്ങളിലെ സബ്ജക്റ്റ്, വേർബ് എന്നിവ തിരിച്ചറിഞ്ഞ് അവ തന്നിരിക്കുന്ന സ്ഥലത്ത് പട്ടികപ്പെടുത്തുക. പൂർണ്ണമായ ഉത്തരം ഇവിടെ നോക്കിയെഴുതുക. ബി. Read the following passage and fill in the blanks with the most suitable word choosing from the options given in brackets. താഴെ നൽകിയിട്ടുള്ള ഭാഗം വായിച്ച് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ വാക്ക് തിരഞ്ഞെടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ശരിയുത്തരം റെഡ് കളറിലെഴുതിയത് കാണാം. Let's converse. Activity 1. A. Imagine the doctor recommended a course of activities to the narrator instead of giving the prescription. What would be his recommendations? Write them down. 2 have been given. ഡോക്ടർ ഒരു കുറിപ്പടി നൽകുന്നതിനു പകരം നരേറ്ററിന് കുറച്ച് പ്രവർത്തനങ്ങൾ നിർദ്ദേശിച്ചുവെന്ന് സങ്കൽപ്പിക്കുക. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരിക്കും? അവ എഴുതുക. 5 എണ്ണം ഇവിടെ നൽകിയിട്ടുണ്ട്. അത് മതിയാകും. I highly recommend you to follow a balanced diet and drink water every couple of hours. You had better take a brisk, long walk every day. You must go to bed by 11 o'clock every night. I advise you to stop reading about diseases. You should spend some time outdoors in the fresh air. It would be wise for you to stay cheerful and avoid worrying too much. B. The expressions given below may help you to make recommendations. You may add more to the list. താഴെ നൽകിയിട്ടുള്ള പ്രയോഗങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങളെ സഹായിച്ചേക്കാം. നിങ്ങൾക്ക് ഈ പട്ടികയിലേക്ക് കൂടുതൽ പ്രയോഗങ്ങൾ ചേർക്കാവുന്നതാണ്. I highly recommend. You should definitely try. I urge you to consider. I advise you. It would be wise for you. You ought to. It's important that you. Don't forget to. You are advised to. It's best if you. Activity 2. A. Let's assume that the narrator wishes to introduce his doctor to his friends. Now, fill in the dialogue box. ഇനി താഴെ നൽകിയ ഡയലോഗ് ബോക്സ് പൂരിപ്പിക്കുക. Hello teacher, will you introduce the new girl to the class? ടീച്ചർ, പുതിയ കുട്ടിയെ ക്ലാസ്സിന് പരിചയപ്പെടുത്താമോ? Of course, dear. Let me introduce your new classmate who joined today. തീർച്ചയായും, പ്രിയപ്പെട്ട കുട്ടി. ഇന്ന് ചേർന്ന നിങ്ങളുടെ പുതിയ ക്ലാസ്മേറ്റിനെ ഞാൻ പരിചയപ്പെടുത്താം. B. The expressions given below may be helpful when you introduce someone to others. You may add more such expressions to the list. താഴെ നൽകിയിട്ടുള്ള പ്രയോഗങ്ങൾ ഒരാളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ സഹായകമായേക്കാം. നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ ഈ പട്ടികയിലേക്ക് ചേർക്കാവുന്നതാണ്. ഈ ലിസ്റ്റിലേക്ക് മറ്റു 6 പ്രയോഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. This is Mr. or Mrs. I would like to introduce my friend. I would like you to meet. It is a great pleasure to introduce Mr. Please meet my friend. May I introduce you to? Let me present my classmate. Have you met my friend? I am happy to introduce. Allow me to introduce. Let's listen. B. Shall we listen to a song now? Listen to the song How Far I Will Go from Disney's Mona, performed by Ollie Crevallo, and complete the lyrics in your notebook. A few lines of the song are given below. നമുക്കൊരു പാട്ട് കേട്ടാലോ? ഡിസ്നിയുടെ മോന എന്ന സിനിമയിലെ ഔലി ഇ ക്രാവാലിയോ പാടിയ How Far I Will Go എന്ന ഗാനം കേട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരികൾ എഴുതിയെടുക്കുക. How Far I Will Go from Disney's Mona എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ ഈ സോങ് കേൾക്കാം. പാട്ടിലെ വരികൾ താഴെ നൽകിയിരിക്കുന്നു. Game Zone. Fill in the blanks using the hints given. You can make use of the glossary. Pick out the highlighted letters and fill in the slogan box given below. Create similar slogans. വിവരണത്തിൽ നൽകിയിട്ടുള്ള സൂചനകൾ ഉപയോഗിച്ച് വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ഗ്ലോസറിയുടെ നോക്കാവുന്നതാണ്.
ഹൈലൈറ്റ് ചെയ്ത അക്ഷരങ്ങൾ തിരഞ്ഞെടുത്ത് താഴെ നൽകിയിട്ടുള്ള സ്ലോഗന് ബോക്സ് പൂരിപ്പിക്കുക. ഇതേപോലെയുള്ള വേറെ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുക. നമുക്ക് ഈ പ്രവർത്തനത്തിൽ നിന്നും കിട്ടിയിരിക്കുന്ന സ്ലോഗന് സേ നോ ടു ഡ്രഗ്സ് എന്നതാണ്. ഏതാനും ആന്റി ഡ്രഗ് സ്ലോഗനുകളെ ഇവിടെ നൽകിയിരിക്കുന്നു. അവ നിങ്ങൾക്കെഴുതിയെടുക്കാം. ഡ്രഗ്സ് ആൻഡ് ഡ്രീംസ്. ബി സ്മാർട്ട്, ഡോണ്ട് സ്റ്റാർട്ട്. സ്റ്റേ ഡ്രഗ് ഫ്രീ, ബി ഹാപ്പി. ചൂസ് ലൈഫ്, നോട്ട് ഡ്രഗ്സ്. A drug-free me is the best me. Drugs cost you more than money. Your future is bright. Don't let drugs dim it. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.